ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റൈസ് കുക്കറിൽ എങ്ങനെയാണ് ചോറ് വയ്ക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കലത്തിൽ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിവിടെ റേഷനരിയാണ് എടുത്തിരിക്കുന്നത്. റേഷനരി ഒരു 3-4 പ്രാവശ്യം നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം തിളച്ച് വന്നിരിക്കുന്ന ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റേഷനരി നമ്മൾ വെള്ളം വയ്ക്കുന്ന സമയത്ത് തന്നെ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ റേഷനരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയുണ്ടാവും, പക്ഷേ എനിക്കറിയില്ലായിരുന്നു കേട്ടോ റൈസ് കുക്കറിൽ എങ്ങനെ ചോറ് വയ്ക്കുക എന്നുള്ളത്. കുഴഞ്ഞു പോവുമോ എന്നൊക്കെ ഡൗട്ടായിരുന്നു. ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കിയത്. അപ്പോൾ നമുക്ക് ഈ റേഷനരി ആണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ മതി ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മൾ അടച്ച് ഈ ഒരു റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജയരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി തന്നെ തിളപ്പിച്ച് ഇതിലേക്ക് ഇറക്കി വെച്ചാൽ രാവിലത്തേക്ക് ചോറ് വെന്തിട്ടുണ്ടാവും. റേഷനരിക്കൊക്കെ വലിയ വേവില്ലാത്തതുകൊണ്ട് നമുക്ക് അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ മതിയാവും. ചോറ് വയ്ക്കാൻ വീട്ടിൽ അടുപ്പില്ലാത്തവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡാണിത്. അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മളിതൊന്ന് തുറന്ന് നോക്കണം. അപ്പോൾ നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഊറ്റാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. എൻ്റെ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക്